കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തി. കടൽ മണൽ ഖനനത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച തീരദേശ ഹർത്താൽ വിവിധ ജില്ലകളിലെ തീരദേശ മേഖലയിൽ പൂർണ്ണം. ഹർത്താലിന് LDF, UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവര സഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയില്ല. കേന്ദ്രമെടുക്കുന്നത് ഏകപക്ഷീയമായ തീരുമാനമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് ബാധിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കിടക്കുന്ന ചെളികളെന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ താഴ്ന്നു കിടക്കുന്ന മത്സ്യം ഇവിടെ നിൽക്കത്തില്ല, അത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ കിടന്ന് ഇരയെണ്ണേണ്ടി വരും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വാരാതെ ഇരുന്നിട്ട് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സമരത്തിന്റെ ഭാഗമായി മത്സ്യബന്ധന തുറമുഖങ്ങളും സ്പെഷ്യൽ സെന്ററുകളും മത്സ്യചന്തകളും പ്രവർത്തിച്ചില്ല. അതേസമയം കടൽ ഖനനത്തിനെതിരെ മാർച്ച് 12-ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.